ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഫുഡ്ജറ്റിൻ്റെ പുതിയ റെസിപ്പി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ എല്ലായിടത്തും ട്രെൻഡിങ് ആയിട്ട് കാണുന്ന ഒരു വീഡിയോ ആണ് ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ മിൽക്ക് കേക്ക്. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള ഒരു മിൽക്ക് കേക്ക് തന്നെയാണ് കേട്ടത്. എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ ആദ്യമൊക്കെ വീഡിയോ കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നോർമൽ മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയിൽ നിന്ന് എന്താ ഇത്ര വലിയ വ്യത്യാസം എന്നൊക്കെ കേട്ടോ. പക്ഷേ ഇത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള കേക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിൽ 4 മുട്ട എടുക്കുകയാണ്. ഇത് നമ്മൾ ഇതിൻ്റെ വൈറ്റും എല്ലയൊന്നും മാറ്റി കൊടുക്കുന്നൊന്നുമില്ല, നേരിട്ട് തന്നെ ബീറ്റ് ചെയ്യാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പോളം ഷുഗർ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഷുഗർ ഉണ്ടല്ലോ, ഇത് നന്നായിട്ട് മെൽറ്റ് ആവുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഷുഗറൊക്കെ നന്നായിട്ട് ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതായത് 1/4 കപ്പ് ഓയിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. അത് നമ്മൾ ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നില്ല, കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഓരോ തവണ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു സ്പാറ്റിൽ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ പതിയെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു കേക്ക് ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ ബട്ടർ പേപ്പറും കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലെ ബബിൾസൊക്കെ ഒന്ന് പൊട്ടിപ്പോവാനായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു പാനിൽ വെച്ചിട്ടാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ഈ പാന് ഞാനൊന്ന് ജസ്റ്റ് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലേക്ക് നമ്മുടെ കേക്ക് ട്രേ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 15 മുതൽ ഒരു 20 മിനിറ്റ് വരെ നന്നായിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മിൽക്കിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 2 കപ്പ് പാലാണ് കേട്ടോ എടുക്കുന്നത്. ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ. അതിലേക്ക് ഇനി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 3/4 കപ്പോളം മിൽക്ക് മെയ്ഡാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഇത് എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ, അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഈ ഫ്രഷ് ക്രീം എന്തായാലും ചേർത്ത് കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ മറ്റുള്ള മിൽക്ക് കേക്കിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഫ്രഷ് ക്രീമിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് ഇത് മാറുന്നുണ്ട്. അപ്പോൾ ആ കേക്കിനും ഈ മിൽക്കിനും ഒക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതുപോലെ മിക്സ് ചെയ്തതിന് പകരം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഫ്രഷ് ക്രീമൊക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഈ പാലിൽ മിക്സായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ പാലിൻ്റെ മിക്സാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആകുമ്പോഴേക്കും നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം.
അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പോളം വിപ്പിംഗ് ക്രീം ഇതിലേക്ക് മതിയാവും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്, അപ്പോൾ അത്രയും വേണ്ട കേട്ടോ വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ. അപ്പോൾ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ചും കൂടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വിപ്പിംഗ് ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഉൾഭാഗം കുക്കായിട്ടുണ്ടോ നോക്കിയപ്പോൾ ഇതാ നല്ല കറക്റ്റ് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കേക്ക് ചൂടാറാനായിട്ട് വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗവും സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ കേക്കിന് അതൊന്നും ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ മുകൾ ഭാഗവും സൈഡും അതുപോലെ അടിഭാഗമൊക്കെ നന്നായിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടെയ്നറിലാണ് ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനത്തെ പാത്രം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ള അതേ ട്രെയിൽ തന്നെ നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അതിലേക്ക് നമ്മുടെ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിൽക്കിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ ഓരോ തവണ മിൽക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴും കേക്ക് അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ കേക്ക് ട്രേ പോലുള്ള ഒരു പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ മിൽക്ക് സൈഡിലൊന്നും വന്ന് എടുക്കില്ല കേട്ടോ. നമ്മുടെ ആ മിൽക്കിൽ തന്നെ കേക്ക് മുഴുവനായിട്ട് മുങ്ങിക്കിടക്കും. അപ്പോൾ ഈ ഒരു പാത്രത്തിലായതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ മിൽക്ക് സൈഡിലൊക്കെ വന്ന് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള മിൽക്കിൻ്റെ 1/4 ഭാഗം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ലാസ്റ്റ് നമുക്ക് കഴിക്കുമ്പോൾ എടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് സ്ട്രോബെറീസും ബ്ലൂബെറീസും വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് അപ്പോൾ തന്നെ എടുക്കാം കേട്ടോ. പക്ഷേ ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഓവർനൈറ്റ് വെച്ചിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതാ ഇതുപോലെ ക്ലോസ് ചെയ്തിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഓവർനൈറ്റ് വെച്ചിട്ടാണ് തണുപ്പിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഇതാ ഓവർനൈറ്റൊക്കെ വെച്ചിട്ട് നമ്മുടെ ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് മുറിച്ചിട്ട് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് കേക്കിൽ നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള നമ്മുടെ മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മിൽക്ക് കേക്കാണ്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവും. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്